ഗൈസ്, ഇന്നിപ്പോൾ ഒരു DCCയിൽ ഉന്നത പദവി വഹിക്കുന്ന ഒരാളുടെ പോസ്റ്റ് കണ്ടിട്ടോ. സൈബർ ഗുണ്ടകളുടെ ആക്രമണം എന്ന് പറഞ്ഞിട്ട് KC വേണുഗോപാലിന് എഗെയിൻസ്റ്റ് ആയിട്ട് സൈബർ ഗുണ്ടകളുടെ ആക്രമണം. ആരാണ് ഈ സൈബർ ഗുണ്ട? ഞാൻ ആ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ അയാളുടെ അടുത്ത് ഈ സൈബർ ഗുണ്ട ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോയിലും കൂടി പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ആരാണ് ഈ സൈബർ ഗുണ്ട? നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് MLA ആക്കി വിട്ട ആളുകളെ സൈബർ ഗുണ്ട എന്ന് വിശേഷിപ്പിക്കാൻ നിങ്ങൾക്ക് ആരാണ് റൈറ്റ്സ് തന്ന്? ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ KC വേണുഗോപാലിനെ താങ്ങിയാൽ വല്ല ഉപകാരം ഉണ്ടായിരിക്കാം. അത് പിന്നത്തെ വിഷയം. നിങ്ങളെപ്പോലുള്ള കുറച്ച് പദവിയിലിരിക്കുന്ന ആളുകളല്ലാതെ ജനങ്ങൾ മൊത്തം VD സതീശന് സപ്പോർട്ടാണ്. കാരണം എന്താണെന്നറിയോ? ജനങ്ങൾക്ക് ഗ്രൂപ്പിസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്. ഫുഡ് കഴിക്കണ 3 നേരം 4 നേരം ഫുഡ് കഴിക്കണ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ VD സതീശനെ മാത്രമേ പിന്താങ്ങുള്ളൂ, അല്ലാതെ ഒരു മനുഷ്യനും പിന്താങ്ങൂല. ഇപ്പൊ പറഞ്ഞു സൈബർ ഗുണ്ട എന്ന് പറഞ്ഞു. ഈ സൈബർ ഗുണ്ടകള് ഇതേപോലെ VD സതീശനെ അഗേൻസ്റ്റ് ആയിട്ട് ആക്രമണം നടത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ ആ സമയം. അന്ന് ഈ എല്ലാവരും എടുത്ത തീരുമാനത്തിൽ അന്ന് ബലിയാടായത് VD സതീശൻ സാറ് മാത്രമാണ്. അല്ലാതെ ഈ KC വേണുഗോപാലോ അല്ലെ രമേശ് ചെന്നിത്തലേ ആർക്കും അത് കിട്ടിയിട്ടില്ല. പണിയെടുക്കാൻ ഒരാളും കൂലി വാങ്ങാൻ വേറൊരാളെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ചിന്തിച്ചിട്ട് പ്രവർത്തിക്ക്. ആരാണ് ഇതിന് യോഗ്യൻ എന്നുള്ളത്? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ. ഓരന്നെയാണ് പറഞ്ഞത് MP മാരെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്തേ ഇവര് വാക്ക് മാറ്റുന്നത്? ഈ സർവ്വസാധാരണ ഈ വാക്ക് മാറ്റുന്നത് ഒരൊറ്റ ഫാദറിന് ജനിച്ച ആൾക്കാർക്ക് ചേർന്ന പരിപാടിയല്ല. മനസ്സിലായോ? വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അയാളെന്താ MP അല്ലേ? എന്നാ അയാൾക്ക് മാനം മര്യാദയ്ക്ക് ആദ്യം ഇവിടെ വന്ന് മത്സരിച്ചിട്ട് ജയിക്കണമായിരുന്നു. ഇതിപ്പോ ബാധ്യത, ഇനി ഇലക്ഷന്റെ ബാധ്യത വരെ ജനങ്ങളുടെ മണ്ടയിലാണ്. ഇനി 2 ഇലക്ഷൻ ഇവിടെ നടത്തണം അയാൾ ഇങ്ങോട്ട് വന്നാല്. ആ ബാധ്യതയും ജനങ്ങളെ പുറത്തന്നെ. പിന്നെ നിങ്ങളും ബാക്കിയുള്ളവരും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഈ സൈബർ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾ സൈബർ ഗുണ്ടകൾ തന്നെ, ഇങ്ങനത്തെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സൈബർ ഗുണ്ടകൾ തന്നെ. അത് നിങ്ങൾ എന്ത് വിശേഷിപ്പിച്ചിട്ടും കാര്യമല്ല. സൈബർ ഗുണ്ടകൾ. പിന്നെ PR വർക്ക് എന്ന് പറയുന്നുണ്ട്. ആര് PR വർക്ക് ചെയ്തു എന്നാ പറയുന്നത്? ആര് PR വർക്ക് ആര് ചെയ്തു? അത് പറ. PR വർക്ക് ആരും ചെയ്യണില്ല. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങളൊക്കെ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരാളുടെയും PR വർക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? അതുകൊണ്ട് PR വർക്ക് ഗുണ്ടായിസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. ദയവ് വിചാരിച്ചിട്ട് VD സതീശൻ സാറിനെ CM ആക്കി ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കുക.